സൺസ്ക്രീൻ ലോഷൻ അവിടെ. ഹലോ, എന്തുണ്ട് വിശേഷം? പറയൂ. വെക്കേഷൻ ഒരിടത്തും പോയില്ല എന്നുള്ളൊരു പരാതി ഇന്ന് തീർക്കാൻ പോകണം. ഇനി മേലിൽ പറയരുത് 10ാം ക്ലാസ്സിന് മുമ്പ് ഒരിടത്തും കൊണ്ടുപോയില്ല. അന്ന് വീഡിയോ എടുക്കുന്നത് മാളു, വീഡിയോയ്ക്ക് മുന്നിൽ ഞാൻ, നിങ്ങളോടൊപ്പം ഹാപ്പി സുമി. സോ വെൽക്കം ടു ഹാപ്പി സ്റ്റോറീസ് വിത്ത് ഹാപ്പി സുമി. ഇന്നത്തെ എന്റെ സന്തോഷം, വളരെ പെട്ടെന്ന് ഒരു ട്രിപ്പ് സെറ്റായി. ബാംഗ്ലൂർക്കാണ് പോകുന്നത്. ബാംഗ്ലൂർ ഞാൻ ഇതിനു മുമ്പ് ട്രെയിനിങ്ങിന് പോയിട്ടുണ്ട്. പിന്നെ എന്റെ മാമന്റെ, അദ്ദേഹം എക്സ് മിലിറ്ററി ആണ്, അദ്ദേഹത്തിന്റെ ക്വാർട്ടേഴ്സിൽ താമസിക്കാൻ എനിക്ക് വളരെ കുഞ്ഞിലെ, എനിക്ക് മെമ്മറീസ് വളരെ കുറവാണ്, ഞാൻ നിൽക്കത്തില്ല. അപ്പൊ അതൊക്കെയാണ് എന്റെ മെമ്മറി. ഇസ്കോൺ ടെമ്പിൾ അതൊക്കെ പോയിട്ട് നല്ല കോർമാങ്കിലായിരുന്നു ട്രെയിനിങ് ഒക്കെ. അതൊക്കെയാണ് എന്റെ ഓർമ്മ. അയ്യോ, ഇതിന്റെ പരസ്യമല്ല കേട്ടോ. ഞാൻ വണ്ടിയിലിരിക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് സൺസ്ക്രീൻ ഉപയോഗിക്കാറുണ്ട്. ഞാനൊരു ഇത് ചെയ്യണം അല്ലേ, എന്റെ കയ്യിലുള്ള സാധനങ്ങൾ അത് ഒരു വ്ലോഗിലൊന്നും നിൽക്കത്തില്ല. പക്ഷെ ഞാൻ ഈ മേക്കപ്പ് ഐറ്റംസ് ഉപയോഗിക്കാനും മേക്കപ്പ് ഐറ്റംസ് ഡീൽ ചെയ്യാനും ഒക്കെ വളരെ മോശമായിട്ടുള്ള ഒരാളാണ്. എല്ലാം വാങ്ങിക്കൂട്ടും. ഇപ്പൊ കുറവുണ്ട്, കയ്യിലെ കാശ് തീർന്നു തുടങ്ങിയപ്പോ. ശരി, അപ്പൊ ഇന്ന് ബാംഗ്ലൂർ വിശേഷങ്ങൾ. ഇന്ന് രാത്രിയുള്ള സ്ലീപ്പറിൽ ഞങ്ങൾ പോകുന്നു, ബസ്സിലാണ് പോകുന്നത്. ബാക്കി എന്തൊക്കെയോ പ്ലാൻസ് ഉണ്ട്. കയ്യിൽ നിന്ന് കാശ് അധികം ചെലവാക്കാതെ എങ്ങനെ ഒരു ബാംഗ്ലൂർ ട്രിപ്പ് അടിച്ചു പൊളിക്കാം എന്നുള്ളതാണ് എന്റെ ഇത്തവണത്തെ ഈ ഒരു വ്ലോഗിലൂടെ എനിക്ക് പറയാനുള്ളത്. കാരണം കഴിഞ്ഞ 6-7 ദിവസങ്ങളായിട്ട് എന്റെ ബാങ്ക് അക്കൗണ്ട് ബ്ലോക്കായി. അതിന്റെ റീസൺ ഒക്കെ പിന്നെ പറയാം. കേസ് കൊടുത്തിട്ടുണ്ട് വിളിച്ച്. അപ്പൊ ഇനി ബാക്കി വിശേഷം പിന്നെ. ഒരു കാര്യം കൂടി, എന്റെ പിള്ളേരെ ഞാൻ എവിടെയാക്കും എന്നുള്ളത് എന്നേക്കാൾ കൂടുതൽ കൺസേൺ ആണ് എന്റെ ചുറ്റിലുള്ളവർ. ഞാൻ ഏറ്റവും കൂടുതൽ കൺസേൺ ആവുന്നത് അവരെ എവിടെയാക്കും. പിള്ളേർ മീൻസ് എന്റെ ബണ്ണു, റൂബി ആൻഡ് പാപ്പു. ഇവര് 3 പേരെയും പുതിയൊരു ഉലകത്തിലേക്കാണ്, ഒരു ലോകത്തിലേക്കാണ് ഇത്തവണ കൊണ്ടാക്കിയിരിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൂടെ കണ്ട നിയോ ലോകം എന്ന് പറയുന്നത് അവരുടെ വീട്ടിലാണ് കൊണ്ടാക്കിയത്. ആക്ച്വലി എന്റെ പിള്ളേർ എന്റെ വീട്ടിനകത്താണ്, ഞാൻ അവരെ കേജിൽ ഇടാറില്ല. അതുകൊണ്ട് തന്നെ അവരെ കൊണ്ട് അവിടെ ആക്കിയപ്പോ എനിക്ക് ഒരുപാട് പ്രതീക്ഷകളൊക്കെ ഉണ്ട്. ഏതായാലും നോക്കാം. അവിടുത്തെ കുറച്ച് വിഷ്വൽസ് ഉണ്ട്, അത് കാണാം, കണ്ടിട്ട് വാ. ബൈ. ഹായ്, പോയിട്ട് വരേ. പോരാ. അത് കഴിഞ്ഞിട്ട് ഏകദേശം രാത്രി 8:30 മണിക്കായിരുന്നു ബസ്. നല്ല മഴയുണ്ടായിരുന്നു. ആ മഴയത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് കാത്തിരുന്നു. വീണ്ടും മഴയായതുകൊണ്ട് ബസ് ലേറ്റായി, സ്ലീപ്പറായിരുന്നു. ഒടുവിൽ ഞങ്ങൾക്ക് ബസ് കിട്ടി, യാത്ര തുടങ്ങി. ഒരുപാട് ഷേക്ക് ആവത്തില്ല. അങ്ങനെ ഞങ്ങളുടെ പുഞ്ചിരി ട്രാവൽസ് മുരഹരെ, ഞാൻ പറയട്ടെ, മുരഹരെ ട്രാവൽസ് ആണ്. കൊള്ളാം കേട്ടോ, കുഴപ്പമില്ല. അപ്പൊ ഞാൻ എന്നാ പറയാനോ, അപ്പൊ ഞങ്ങൾ വണ്ടി കയറി 1/2 മണിക്കൂർ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് തൊട്ടടുത്ത് കണ്ട് ഹോട്ടലിൽ കയറി നല്ല ആസല് ഗീ റോസ്റ്റും മാമ കഴിച്ചെന്നായിരുന്നു, പനീറായിരുന്നു, ദോശ കഴിച്ചു. അതായിരുന്നു. എന്നിട്ട് നമ്മൾ വണ്ടി കയറി. നല്ല മഴയുണ്ട്, അല്ല അത്യാവശ്യം മഴയുണ്ട്. കണ്ടോ, ക്ലാസ്സിലൊക്കെ ഇരിക്കുന്നത്. അപ്പോൾ രാവിലെ ഒരു 8:30 ആണ് നമ്മൾ നേരത്തെ തിരിച്ചു എത്തേണ്ടത്. ഒരു 9-9:30 എത്തുമായിരിക്കും. ഉറക്കമൊന്നും ഇപ്പം നടക്കുമെന്ന് തോന്നുന്നില്ല. കുറച്ചു നേരം വായി നോക്കിയിട്ട് ഉറങ്ങാം. വലിയ വീടില്ല, റെഡി. ഞാൻ ഇവിടെ എന്താ ചെയ്യട്ടെ, വ്ലോഗ് എടുക്കാൻ സമ്മതിക്കും. ഇപ്പോഴത്തെ ഏറ്റവും വലിയ കൺസേൺ എന്റെ ചെരുപ്പ് താഴെ കിടക്കുന്നു. കേട്ടിട്ടാ അതെടുത്ത് ഞാൻ ഇവിടെ ഇട്ടാലോ, ബാസ്കറ്റിൽ ഇട്ടാലോ. എന്താ ഇവന് പ്രശ്നം? ഈ പെണ്ണുങ്ങളെ തോറ്റുണ്ട്. ക്രൈമാണ്, ക്രൈമല്ലേ? ആരുടെ ക്രൈം? സമയം രാവിലെ 7 മണി കഴിഞ്ഞ് 15 മിനിറ്റ്. ഏറ്റവും കൂടുതൽ സ്റ്റോപ്പാണ്.
ഇതാണ് ജിനി, എന്റെ ബെസ്റ്റ്. ഇത് സുമി, ഇതെന്റെ ബെസ്റ്റ്. നീ പറഞ്ഞ ഓരോരുത്തരുടെ പേര് അങ്ങനെ അവിടുത്തെ നമ്മുടെ കൂട്ടുകാർ നമ്മളെ വെൽക്കം ചെയ്യുന്നതാണ് ഈ കാഴ്ചകൾ. ശേഷം പിറ്റേന്ന് രാവിലെ അന്ന് തന്നെ രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് പിള്ളേരെ റൂമിലാക്കിയിട്ട് നമ്മൾ 2 വീലർ എടുത്ത് രാമേശ്വരം ഇഡ്ഡലി. എൻ്റെ പൊന്നോ, അവിടുത്തെ വൃത്തി, അവിടുത്തെ ക്രൗഡ്, അവിടുത്തെ ഫുഡ് ഈ ഒരു രക്ഷയില്ല കേട്ടോ. ജീവിതത്തിൽ ഞാൻ ഇതുപോലൊരു ഇഡ്ഡലി കഴിച്ചിട്ടില്ല. വമ്പൻ ടേസ്റ്റ്. പൊങ്കലൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ റൂമിൽ വന്ന് ഫ്രഷ് ആയിട്ട് മെട്രോയിൽ കയറാൻ പോവാണ്. എന്നിട്ട് എവിടെയെങ്കിലുമൊക്കെ കറങ്ങുക എന്നുള്ള ഉദ്ദേശത്തോടെ മെട്രോയിൽ കയറി. നമുക്ക് നല്ല ഉദ്ദേശമൊക്കെ ഉണ്ടായിരുന്നു. ഈ കൂടെ വരുന്നവർക്കൊക്കെ നല്ല ധാരണയുണ്ടായിരുന്നു. ഞാൻ പേരൊക്കെ വിട്ടുപോയി. അവിടെ ചെന്നിട്ട് നോക്കാം. ഓരോടത്തായിട്ട് പോകുന്നത് എൻജോയ് ചെയ്യുന്ന ഒരു ധൃതിയിലായിരുന്നു ഞാൻ. പിന്നെ മോള് പുറകെ നടന്ന് വീഡിയോ എടുത്തത് കൊണ്ട് കുറേ വിഷ്വൽസ് കിട്ടി എന്ന് മാത്രം. മെട്രോയൊക്കെ ബ്യൂട്ടിഫുൾ ആട്ടോ. എല്ലാവരും കൂടുതലും ഉപയോഗിക്കുന്നത് മെട്രോ തന്നെയാണ്. അവിടെ ഏറ്റവും കൂടുതൽ കാണാൻ പറ്റിയത് ആ കാഴ്ചയാണ്. നല്ല ക്രൗഡായിരുന്നു. ഞങ്ങൾ കയറിയപ്പോൾ കുറവായിരുന്നു. ഞങ്ങളാണ് ആദ്യം കയറിയതുപോലെ. പിന്നീട് അങ്ങോട്ട് ക്രൗഡ്. ഞങ്ങൾ തിരിച്ചിറങ്ങി നേരെ നമ്മൾ ബാംഗ്ലൂരിൻ്റെ അടിപൊളി സിറ്റിയിലേക്ക്. കുറച്ച് നടന്നു. സാധനമൊന്നും അധികം വാങ്ങിയില്ല. വലിയ റേറ്റ് കുറവാണെന്നൊന്നും തോന്നിയില്ല സ്ട്രീറ്റിലൊക്കെ. പിന്നെ വിശന്നത് കൊണ്ട് നേരെ പാരഗൺ തപ്പിപ്പോയി. ഗൂഗിളിലൊക്കെ നോക്കി പാരഗൺ ഉണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചു. ബിരിയാണി കഴിക്കാം എന്ന് വിചാരിച്ചിട്ട്. നല്ല വെയിലായിരുന്നു. നമ്മുടെ അവിടെ നല്ല മഴ, അവിടെ നല്ല വെയിലായിരുന്നു. അങ്ങനെ പാരഗൺ തേടി കണ്ടുപിടിച്ച് ഒടുവിൽ ഞങ്ങൾ പാരഗണിലേക്ക് എത്താനുള്ള യാത്ര തുടരുന്നു. പാരഗൺ, കോഴിക്കോട് പാരഗൺ, അവിടുത്തെ പാരഗൺ, ഇവിടുത്തെ പാരഗൺ. ഇന്ന് ബാംഗ്ലൂരിൽ വന്നിട്ടും പാരഗൺ ട്രൈ ചെയ്യാന്ന് വെച്ചു. നന്നായിട്ട് വിശന്നു. ഞങ്ങളിപ്പോൾ ഫുഡ് കഴിക്കാൻ കയറിയത് 3:35, 3:35. കുറച്ച് നടന്നു. ഇച്ചിരി വെയിലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ ഒരുപാട് വാങ്ങാനും ഒരുപാട് കഴിക്കാനും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനും ഉണ്ട് എന്നുള്ളതുകൊണ്ട് ബാക്കി കാഴ്ചകൾ വിശക്കുന്നു. പിന്നെ കാഴ്ച കാണിച്ചു തരാം. അവിടുന്ന് കഴിച്ചിറങ്ങിയപ്പോൾ കണ്ട കാഴ്ചകളിൽ ഒരു വലിയ സങ്കടമുള്ളൊരു കാഴ്ചയായിരുന്നു. ഈ അമ്മയും 2 മക്കളും പൂക്കൾ വിൽക്കാനായിട്ട് നടക്കുന്നു. ഭിക്ഷ ചോദിക്കാൻ മടിച്ചിട്ടേ. പക്ഷെ വിശക്കുന്നു എന്ന് തന്നെയാണ് പറയുന്നത്. ഞാൻ തൊട്ടടുത്ത് കണ്ട സെൻറ്ററിൽ കയറിയിട്ട് അവർക്ക് ഫുഡ് വാങ്ങിക്കൊടുത്തു. അവർ കഴിച്ചു. പിന്നെ ഇതുപോലുള്ള കുറച്ച് സാധനങ്ങളൊക്കെ അത് ഒരു വലിയ ഡോൾ അതുവഴി നടക്കുന്നുണ്ടായിരുന്നു. ഗീവ് മി എ ഹഗ് എന്നൊക്കെ പറഞ്ഞിട്ടേ. അതിന് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ റോഡ് ക്രോസ് ചെയ്തത്. പക്ഷെ അപ്പോഴേക്കും പോയി. പിന്നെ നേരെ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക്. ഒരുപാട് സാധനങ്ങളുടെ വൈഡ് കളക്ഷൻസ് അവിടെ കാണാൻ പറ്റി. ബൾക്കായിട്ടൊക്കെ വാങ്ങുന്നവർക്ക് വളരെ നല്ലതാണ്. പക്ഷെ നടന്ന് പണ്ടാറണെങ്കിൽ എൻ്റെ കാല് ഹീൽസൊക്കെ ഇട്ടാൽ പോയത്. അതിൻ്റെ സോളൊക്കെ പുറത്തു ചാടി വയ്യാണ്ടായി. അങ്ങനെ കയറി ഒരു ചപ്പൽ മേടിക്കുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അങ്ങനെ വാങ്ങി. പക്ഷെ അത് എനിക്ക് വീണ്ടും ഇട്ട് കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത് ഭയങ്കര ടൈറ്റാണെന്ന്. അതിന് മുമ്പ് നമ്മൾ കുറച്ച് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ഇവർക്കൊക്കെ വേണ്ടിയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇത് പിറ്റേ ദിവസത്തെ കാഴ്ചകളാണ് കേട്ടോ. പിറ്റേ ദിവസം നമ്മൾ മോളിൽ പോവുക എന്നുള്ളതാണ് ഉദ്ദേശം. 2 ദിവസത്തെ ട്രിപ്പായിരുന്നല്ലോ. അവിടുത്തെ ഏറ്റവും അടുത്ത മോളിൽ പോകാനാണ് ഉദ്ദേശിച്ചത്, ഫീനിക്സ് മോളിലേക്ക്. പക്ഷേ ഞങ്ങൾ പോയത് കുറച്ച് അധികം ഡിസ്റ്റൻസ് ഉള്ള ഫീനിക്സ് മോൾ ഓഫ് ഏഷ്യ. 1.5 മോളാട്ടോ.
അത്യാവശ്യം കയ്യിൽ ചിക്കിലേക്ക് ഉണ്ടെങ്കിൽ കറങ്ങി തിരിഞ്ഞ് നല്ല ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റിയ ഒരു ഗംഭീര മോളായിരുന്നു. കാഴ്ചകൾ ഒരുപാട് കാണാനായിട്ട് അതിനകത്തുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് സമയം വളരെ കുറവായിരുന്നു. ചെന്ന് കയറിയപ്പോൾ തന്നെ കണ്ടൊരു വലിയ വാളാണിത്. അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് കാര്യങ്ങളൊക്കെ ഞങ്ങൾ എടുത്തു. പിന്നെ ജസ്റ്റ് ഒന്ന് ചുറ്റി ഇറങ്ങി. പിന്നെ ഒരു ഷോപ്പിൽ കയറി ഞങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ യുണീക്കായിട്ട് എല്ലാവർക്കും കൂടി വാങ്ങണമായിരുന്നു. അതും വാങ്ങി തിരിച്ചിറങ്ങി. അപ്പോഴും പണ്ടാറടങ്ങി നല്ല വിശപ്പായിരുന്നു. ഇത് പിറ്റേ ദിവസമാണ്, ബിരിയാണി കഴിച്ച ദിവസമല്ല. ഇതാ എല്ലാം പാക്ക് ചെയ്തു തിരിച്ച് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പ്. നമ്മൾ ഒരുപാടൊന്നും എക്സ്പ്ലോർ ചെയ്തില്ല. പക്ഷേ ആ 2 days ഞങ്ങൾ ഫ്രണ്ട്സിൻ്റെ ഒപ്പം അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. പെട്ടെന്ന് തിരിച്ചു പോകുന്നു എന്നുള്ളൊരു സങ്കടം ഉണ്ടായിരുന്നു. എങ്കിലും പോയല്ലേ പറ്റൂ. അങ്ങനെ ബാംഗ്ലൂർ ഡേയ്സിന് തൽക്കാലത്തേക്ക് ബൈ ബൈ പറഞ്ഞിട്ട് എല്ലാവരോടും ടാറ്റ പറഞ്ഞു. ഞങ്ങൾ തിരിച്ചും ബസ്സിലേക്കാണ്. ബസ് കോമഡി ആയിരുന്നു. ഹെവി ട്രാഫിക്കിൽ കിട്ടില്ല, ടിക്കറ്റ് ക്യാൻസൽ ചെയ്യേണ്ടി വരുമെന്നൊക്കെ വിചാരിച്ചു പോയെങ്കിലും ബസ് എടുക്കാൻ ഒരു 3 minute സമയമുള്ളപ്പോൾ അങ്ങനെ ഞങ്ങളുടെ ബാംഗ്ലൂർ ഡേയ്സ് തൽക്കാലത്തേക്ക്